അതെ, ഇന്നെങ്കിലും ഹോസ്പിറ്റലിലേക്കുള്ള ബാഗ് പാക്കിങ്ങിൻ്റെ കാര്യങ്ങൾ എന്തെങ്കിലും തീരുമാനമാക്കണം കേട്ടോ. കുറേ ദിവസം കൊണ്ട് ഞാൻ പറയുന്നുണ്ട്, ഇനി ഡോക്ടർ ഇപ്രാവശ്യം കൊച്ചെന്നൊക്കെ പറഞ്ഞ് എല്ലായിടത്തും കുട്ടിയൊക്കെ വെക്കണം. അല്ല, ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യാൻ എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല, അതാണ് എൻ്റെ പ്രശ്നം. നിനക്കാണെങ്കിൽ വരാനും പറ്റത്തില്ല. അപ്പം എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞു തരുന്ന സാധനങ്ങൾ, ബേബി പ്രോഡക്റ്റും അങ്ങനെയൊക്കെ ഉള്ളത് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. ശരി, അങ്ങനെയാണെങ്കിൽ ഇന്ന് അത് തന്നെ നോക്കാം. ഇന്നത്തെ ദിവസം അപ്പം ബേബി ബാഗ്, ഹോസ്പിറ്റൽ ബാഗ് അല്ലേ? ഹോസ്പിറ്റൽ ബാഗിൻ്റെ പ്രിപ്പറേഷനുമായിട്ട് നമുക്ക് പോകാം. അപ്പം ഹോസ്പിറ്റൽ ബാഗ് പാക്കിങ്ങിന് വേണ്ടി സാധനങ്ങൾ വാങ്ങാൻ ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്. സാധാരണ എല്ലാവർക്കും വൈഫും കൂടെ പോകുമ്പോൾ അത്രയും കൂടുതലും നോളജൊക്കെ ഉണ്ടാവും. എനിക്ക് ഒരു നോളജും ഇല്ല. ഞാൻ എങ്ങനെയാണോ പോയി നമ്മുടെ അവിടുത്തെ സെയിൽസ്മാനോ സെയിൽസ് ഗേളോ പറയുന്നത് നോക്കി അവരുടെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കാമെന്നേ ഉള്ളൂ. സോ നമുക്കതൊന്ന് കാണാം. ടൈപ്പ് വരും, അത് സെറ്റായിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ഇതും റിമൂവ് ചെയ്യാൻ പറ്റും, ഇതും റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ എടുക്കാൻ പറ്റും. ഇതിപ്പം ജസ്റ്റ് 0, അതായത് ജനിച്ച ദിവസം തന്നെ. അപ്പം ഇതെനിക്കിഷ്ടമായി. എനിക്കിപ്പോൾ ബോൺ ചെയ്ത് വരുന്ന ഒരാഴ്ച ഇടാനുള്ളതൊക്കെ തരുമോ? ചെറിയ ചെറിയ. ഇതോ? അത് ക്വിക്ക് ഡ്രൈഡ് ഡയപ്പറാണ്. 1 year വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഡയപ്പർ. കാരണം ഇതും പ്രോബ്ലം എന്ന് വെച്ചാൽ എനിക്കിത് ആദ്യത്തെ ആയതുകൊണ്ട് വലിയ പിടുത്തല്ല. അപ്പം നീ വേണം എല്ലാം പറഞ്ഞു തരാം. പിന്നെ ഇത് വരും, ബബിൾ മാറ്റ് വരും കുളിപ്പിക്കാനായിട്ട്. ബബിൾ മാറ്റ് ഇത് എന്തിനുള്ളതാ? ഇത് കുളിപ്പിക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. റബ്ബർ ഷീറ്റും ബബിൾ മാറ്റും 2 ടൈപ്പാണ്. ഇതായിരിക്കും നമ്മൾ സേഫ് ആയിട്ടുണ്ടാവും. എനിക്കിത് ഹോസ്പിറ്റൽ ഇതായിട്ടാണ് വേണ്ടത്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട ഒരു ബാഗാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ സാധനങ്ങളാണ് നമുക്ക് കൂടുതൽ. പിന്നെ നാപ്പീസും വരും. ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ കുറച്ച് ദിവസം കൂടെ പിടിക്കും അല്ലേ? അപ്പോൾ എൻ്റെ കുട്ടിക്കായിട്ട് ഞാൻ വാങ്ങുന്ന ആദ്യത്തെ ഡ്രസ്സും കാര്യങ്ങളുമാണ്. അപ്പം ഇനി കോമഡി ഇത് വീട്ടിൽ ചെല്ലുമ്പോൾ ഷെറിൽ എങ്ങനെയാണിത് അവൾക്ക് ഇഷ്ടപ്പെട്ടോ, ഇനി ഷീസ് ഗോയിങ് ടു ക്രിട്ടിസൈസ് മീ. കാര്യം എനിക്കറിയില്ലല്ലോ ഇതിനകത്ത് അവൾ പറഞ്ഞ എല്ലാ സാധനങ്ങളും ഉണ്ടോ എന്നൊക്കെ. അതാണ് ഇനി എൻ്റെ ഒരു അടുത്ത പോയിന്റ്. അപ്പം വീട്ടിൽ ചെന്നിട്ട് ഇവളെ ഇത് കാണിക്കുമ്പോൾ അറിയാം എങ്ങനെയുണ്ടെന്ന്. ഇത് കോമഡി എന്താന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പം ഇവര് ഹൈ ഇതാണ് നമ്മുടെ ബേബിയുടെ ആദ്യത്തെ കോസ്റ്റ്യൂംസ് ആണ്. ഫസ്റ്റ് എന്താണെന്നൊന്നും ചോദിക്കരുത്, അവിടുത്തെ സെയിൽസ്മാനാണ് എല്ലാം സെലക്ട് ചെയ്തത്. വെള്ളയുണ്ട് താണ്ട്. അത്ര ശരിയല്ല, ആദ്യമേ എടുക്കാം, പിന്നെ വേറെയൊക്കെ നല്ലത് ഞാൻ പോയി വാങ്ങിക്കാം, എന്നാലേ അറിയാവൂ. നല്ലതൊക്കെ പോയി വാങ്ങാം. ഇപ്പം ആദ്യമേ ഇടാനും പറ്റും ഇതൊക്കെ. ആദ്യം ഇടുന്നതാ അമ്മ, ഇത് ഫസ്റ്റ് കുറച്ച് ദിവസത്തേക്ക് ഇടുന്നതാ അല്ലേ? ഇതൊക്കെ
ഇതൊക്കെ പറ്റും. അത് ടവലൊക്കെ ടവല് കുറച്ചുകൂടിയൊക്കെ ഞങ്ങള് അപ്പം വേറെ വാങ്ങാം. അമ്മ പോയി ഇതിപ്പം നോക്കി. വാങ്ങിക്കാം അന്നേരം നല്ല നോക്കി. എന്നാലും കുഴപ്പമില്ല. ക്യാഷൊക്കെ കൊള്ളാം. എല്ലാം നല്ലതാ. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഇത് കൊച്ചിനുള്ള സാധനങ്ങൾ കുറച്ചുകൂടെ ആകട്ടെ അത് നല്ല നോക്കിയൊക്കെ എടുക്കണം. കളർ അനുസരിച്ചും. ഡ്രൈ ഷീറ്റ്. ഡ്രൈ ഷീറ്റ് ഇത് സഖിക്ക് വരെ യൂസ് ചെയ്യുന്നത് അല്ലേ? യൂസ് ചെയ്യാം. ഇത് മാറ്റ് കിടത്തി കുളിപ്പിക്കാനാണ്. കുളിപ്പിക്കാനുള്ള മാറ്റ്. ഇപ്പം നമുക്ക് അത് കണക്ക് തന്നെ എനിക്ക് കുറേ ഗിഫ്റ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിലൊരു ഗിഫ്റ്റ് ഇന്നിങ്ങനെ എടുത്തിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇത് കിടന്ന് കുളിപ്പിക്കുന്നു. കൊച്ചിന് ദേഹം ഇല്ല, അതൊന്നും ഓർത്തില്ല. നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നു. ഇത് എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, സജ്ന സലീം, ദുബായിൽ ബൊട്ടീക്ക് നടത്തുന്നത്. അപ്പോൾ സജ്ന മിസ് കേരള ബ്രാൻഡ് അംബാസിഡർ കൂടിയാണ്. അപ്പം സജ്ന എനിക്ക് കൊച്ചിൻ്റെ ഗിഫ്റ്റായിട്ട് തന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇതിനകത്ത് ബ്രഷ്, ചീപ്പ്, വൂളൻ ക്ലോത്ത്, ഇത് പിന്നെ കുപ്പി, ഇതെനിക്ക് മാറ്റും ഉണ്ടെന്ന് തോന്നുന്നല്ലേ? അതെ, അതിലും ഉണ്ട് മാറ്റ്. പിന്നെ ബാഗ്, നല്ല ബാഗാണ്. ഇതെല്ലാം എനിക്ക് ദുബൈയിൽ നിന്ന് സജന വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. താങ്ക് യു സജന. സജന കുറേ, എനിക്കൊന്ന് സജനയാണ് എനിക്ക് ആദ്യത്തെ ബേബി ഗിഫ്റ്റ് തന്നത്. കളിപ്പാട്ട് കടിക്കാനും. പിന്നെ എൻ്റെ ബ്രൈഡ് ആതിര UK നിന്ന് കൊണ്ടുവന്നതാണ് ഇതെല്ലാം. അപ്പോൾ താങ്ക് യു ആതിര. ആതിരയുടെ കല്യാണം കഴിഞ്ഞു. അപ്പോൾ ആതിര കല്യാണത്തിന് വന്നപ്പം എനിക്ക് കൊണ്ടുവന്ന ഗിഫ്റ്റാണ് ഇതെല്ലാം. ഇത് നല്ലതാണ്. കുട്ടിക്ക് ഇങ്ങനെ ഗിഫ്റ്റുകൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും. വേറെ ഗിഫ്റ്റ് തന്നിരിക്കുന്നത് നല്ല ഒരു കുറേ എന്തൊക്കെയായിരുന്നു അത്, ക്രാഡിൽസും അത് ഫസ്റ്റ് ക്രാപ്പിൻ്റെ ഒരു അടിപൊളി ഗിഫ്റ്റ് നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഇപ്പം നിങ്ങൾക്ക് കാണാം. അത് ഞങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ഞങ്ങൾ ഒരു ദിവസം, അതെനിക്ക് ഇന്നലെ നമുക്ക് കിട്ടിയതാണ് ഫസ്റ്റ് ക്രാപ്പ്. ഇതെങ്ങോട്ടാ കൊണ്ടുവന്നേ? നിനക്കുള്ളൊരു സർപ്രൈസാണ്. എനിക്കുള്ള സർപ്രൈസോ? നിനക്കുള്ള സർപ്രൈസ് അല്ല, അതിനെക്കാട്ടും വലിയ സർപ്രൈസാണ്. അപ്പൊ ഇത് ഫസ്റ്റ് ഗ്രാബിന്റെ ന്യൂ ബോൺ ബേബി പ്രോഡക്ട്സ് ആണ്. ക്രാഡിൽസും ബാഗ്, ഹോസ്പിറ്റൽ അല്ല ട്രാവലിംഗ് കിറ്റും ബാഗ്സും ഒക്കെയാണ്. പിന്നെ അത് കണക്ക് തന്നെ തൊട്ടിലൊക്കെ ഉണ്ട്. ക്രാഡിൽസ് ആണ്, ഭയങ്കര ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന സിബൊക്കെ ഉണ്ട് ഇതിനകത്ത്. ഇപ്പം നമ്മുടെയൊക്കെ സമയത്ത് നമ്മളെയൊക്കെ എവിടെയെങ്കിലുമൊക്കെ തൂക്കി ഇട്ടിട്ടാണ് തൊട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. വെരി നൈസ്. ഫസ്റ്റ് ക്രാപ്സ്. മെറ്റീരിയൽ ഈസ് ഓൾസോ ഗുഡ്. കാര്യം നമുക്ക് വാഷ് ചെയ്യാനൊക്കെ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. എൻ്റെ കൂടെ തന്നെ നെറ്റ്, ഇതിൻ്റെ കൂടെ തന്നെ ഇടാനായിട്ട് നമുക്ക് മോസ്കിറ്റോ നെറ്റും ഉണ്ട്. മോസ്കിറ്റോ നെറ്റ് മാത്രമല്ല, ആക്ച്വലി കുറേ ഹാങ്ങിങ് കൂടെ ഉണ്ട് കേട്ടോ. കുറേ ഹാങ്ങിങ്സ് ഉണ്ട്. പക്ഷെ ഇതാണ് എൻ്റെ ഫേവററ്റ്. ഇതാവുമ്പോൾ ക്യാരി ചെയ്യാം. ഈ ഒരു കാര്യം മാത്രമാണ് എനിക്ക് കുറേ കൂടി കംഫർട്ട് അറിയാവുന്ന കാര്യം. കുഞ്ഞിനെ ക്യാരി ചെയ്യാൻ പറ്റും, ക്യാരി ചെയ്യാൻ പറ്റും. നല്ല സിബൊക്കെ ഉണ്ട്, ഫുള്ളായിട്ട് നമുക്ക് റിമൂവ് ചെയ്യാം. ഇതാണ് ഞാൻ സെലക്ഷനിൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് വന്ന കളർ. ഇത് ഇങ്ങനെ വെക്കാനുള്ളതാണ്. അടുത്തത് ഫീഡിങ് പില്ലോയാണ്. മദേഴ്സിന് ഈസി ആയിട്ട് ഫീഡ് ചെയ്യാൻ പറ്റും കുട്ടികളെ. അടുത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട്. ഇത് കാഡിൽസ് തന്നെയാണ് അല്ലേ? നോർമലി നമുക്ക് ബെഡിലൊക്കെ ആയാലും കുട്ടീനെ വെച്ച് നല്ലപോലെ കവറൊക്കെ ചെയ്ത്. അടുത്തതും ഭയങ്കര ഒരു നല്ലൊരു പ്രോഡക്റ്റ് ആണ്, ബാസ്ക്കറ്റ്. ഇപ്പൊ നമുക്ക് കുട്ടിയുടെ ക്ലോത്ത്സ് ഒക്കെ കഴുകി വെക്കാനും ഒക്കെ ആയിട്ടുള്ളൊരു നല്ലൊരു ബാസ്ക്കറ്റ് ആണ്. നല്ല സ്പേസും ആണ്, ഹാൻഡിൽ ചെയ്യാൻ ട്രാവലിങ്ങിന് പോകാനും പറ്റും. നമുക്ക് പോകുമ്പോൾ എനിക്കൊന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഇതെല്ലാം കൊണ്ടുപോകാം അല്ലേ? ഇതിനകത്ത് വെക്കാം. ഇതും ഇതിന്റെ സാധനങ്ങളൊക്കെ തന്നെ വെക്കാം. ഇതൊരു കണ്ടെയ്നറിലേക്ക് നമുക്ക് പാൽക്കുപ്പിയും ഒക്കെ വെക്കാൻ പറ്റുന്ന ഒരു നല്ല കണ്ടെയ്നറാണ്. പിന്നെ ഒരു ബാഗ്, ഒരു
നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ബാഗാണ്. ഇനിയിപ്പോൾ എനിക്കറിയാം ഇതെല്ലാം വാഷ് ചെയ്ത് വെക്കണം അല്ലേ, നമ്മൾ ഹോസ്പിറ്റൽ ബാഗ് റെഡിയാക്കണം. അപ്പോൾ ഇതിനി എല്ലാം വാഷ് ചെയ്യണോ? അത് ഡ്രസ്സും ടവൽസൊക്കെ നമുക്ക് വാഷ് ചെയ്ത് നല്ല ക്ലീൻ ആക്കി വേണം പാക്ക് ചെയ്ത് വെക്കാൻ. എന്നാൽ പൊടിയൊന്നും ആകാതിരിക്കാനേ. എങ്ങനെ വെള്ളം ജസ്റ്റ് നോർമൽ വെള്ളത്തിൽ വാഷ് ചെയ്താൽ മതിയാ? അപ്പോൾ ഇനി അത് എൻ്റെ അടുത്ത ടാസ്ക്കാണ്. ഇത് ഷെറിലിന് ഞാനും അമ്മയും ഈ നിഖിലും എല്ലാവരും കൂടി നമുക്കിനി വാഷിങ്ങിലോട്ട് കിടക്കാം അല്ലേ? എല്ലാം ഉണങ്ങിയാ പ്രിയ? ആ നോക്കട്ടെ. ഇത് 2 മണിക്കൂർ ഉണങ്ങിയാൽ മതിയോ? 2 മണിക്കൂറൊക്കെ ഉണങ്ങിയാൽ മതി. ഇത് നല്ല വെയിലല്ലേ, അതുകൊണ്ട് ഒരു നേരം വെള്ളത്തിലിട്ട് എടുത്ത് പിന്നെ ഒത്തിരി വെയിലത്തിട്ടാലേ അതിൻ്റെ കളറൊക്കെ വന്നു തുടക്കത്തിൽ വെയിൽ കൊള്ളിക്കണ്ട. അതുകൊണ്ട് നല്ല പോലെ ഉണങ്ങി. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നോണ്ട് ആ പൊടി മാറണമെന്നില്ല. ആ പാക്കറ്റിൽ തന്നെ ഇരിക്കുകയല്ലായിരുന്നു, അതുകൊണ്ട് പിന്നെ വലിയ പൊടിയൊന്നും ആയില്ല. നമുക്കിനിയിപ്പോൾ മടക്കി അങ്ങ് പെട്ടിയിലാക്കാം, പാക്ക് ചെയ്ത് വെക്കാം. അല്ല ഇതിപ്പോ നമുക്ക് ഹോസ്പിറ്റലിൽ പോയാൽ എത്ര ജോഡി വേണം? അത് ഇങ്ങനത്തെ എപ്പോഴും വേണ്ടേ മാറ്റാൻ. ക്യാപ്പ്, ടവല്, ഇതെല്ലാം വെള്ളം കുറിച്ച് നോക്കും. കൊച്ചുങ്ങൾ അപ്പോൾ എപ്പോഴും തുണി മാറ്റണം, പാക്ക് ചെയ്ത് വെക്കാനും. എല്ലാം കഴുകി ഉണങ്ങി നല്ല വില ഉണങ്ങി. ഇതായിരിക്കും ഇടേണ്ടത്, പിങ്ക് കളർ. ഞാൻ പിങ്കും വാങ്ങിച്ചു ബ്ലൂവും വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷേ മിക്കവാറും പിങ്ക് തന്നെ ആയിരിക്കും നമുക്ക് ഇടാൻ. ബ്ലൂ ആണെങ്കിലും ഇടാം. പിങ്ക് ആകുമ്പോൾ ബേബി ഗേൾ ആണെങ്കിൽ പിങ്ക് ആണ് അമ്മ. അമ്മയ്ക്ക് അത് അറിയത്തില്ല. അമ്മയ്ക്ക് അങ്ങനെ അറിയാനാ പിങ്ക് കളർ. അതുകൊണ്ട് പിങ്ക് ഒക്കെ ഞാൻ നിറച്ച് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. തുണി കഴിവിയതും തറയിട്ടൂടെ അല്ലേ? പൊടിയൊക്കെ തട്ടാതെ അതൊന്നും കൊടയക്കാം. അപ്പൊ ബ്ലൂ ഉണ്ട്, ഇതിന്റെ വൈറ്റ് ഉണ്ടായിരുന്നു, അത് എടുത്തില്ലെന്ന്. എല്ലാം എടുത്തില്ല, കുറച്ചേ എടുത്തോളൂ. ഞാൻ പ്രിയയുടെ അടുത്ത് കുറച്ചെടുത്താൽ മതിയെന്ന് പറഞ്ഞു. വൈറ്റ് ഉണങ്ങിയത് കൂടെ വെച്ച് പാക്ക് ചെയ്ത് വെക്കും. ഇനി നമുക്ക് ഡോക്ടർ സത്യസന്ധമായിട്ട് തന്നിരിക്കുന്ന ഡേറ്റ് ജനുവരി 12 പക്ഷെ ജനുവരി 12 വരെ പോകത്തില്ല എന്നാണ് ഡോക്ടർ പറയുന്നത്. അപ്പം അതുകൊണ്ട് ഡിസംബർ 22 ശേഷം എന്നാണെങ്കിലും നമുക്ക് ഡെലിവറി നടത്താം അല്ലേ? ഞാനല്ലേ പറഞ്ഞത്? ഡിസംബർ 22 ശേഷം. 22 ശേഷം. അപ്പം നമ്മള് ഡോക്ടർ ടീന എന്നാണ് ആസ്റ്റർ മെഡിസിറ്റിയിൽ നമ്മള് ഗൈനക്കോളജിസ്റ്റ്. പുള്ളിക്കാരിയാണ്, ഫുൾ സപ്പോർട്ടാണ്. എന്ത് വയ്യായ്മ തോന്നിയാലും അപ്പോഴേ വിളിക്കും. ഇപ്പം ഇന്നലെ യൂറിനറി ഇൻഫെക്ഷൻ വന്ന് ഞങ്ങള് വയ്യാതായപ്പം ഡോക്ടറിൻ്റെ അടുത്ത് പോയി. ഡോക്ടർ ഭയങ്കര നല്ല കെയർ ചെയ്ത് ഡോക്ടറിന്റെ മെഡിസിൻ കഴിച്ചപ്പോൾ തന്നെ മാറിയല്ലേ? വെള്ളം കുടിക്കാത്തതാണ് റീസൺ കേട്ടോ. ഇത് പാക്ക് ചെയ്തോ? ഇത്രയും മതിയല്ല. ഇനി നിനക്കപ്പം എന്താ? അത് എന്റെ സാധനം കൂടി അപ്പൊ ആ കൂടെ തന്നെ വെക്കാം. ആ ബാക്കിൽ തന്നെ വെക്കാം. ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ, ഡൈപ്പറൊക്കെ വെക്കണം, സോപ്പ്, ക്രീം, നാപ്പി ക്രീം, അങ്ങനെ കുറച്ച് സാധനങ്ങളും കൂടി ഉണ്ട്. അതെല്ലാം കൂടി വെക്കണം. അപ്പൊ ഇനി എല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഹോസ്പിറ്റലിൽ പോകാൻ നേരത്ത് നമുക്ക് വീണ്ടും കാണാം. അപ്പൊ ഇതാണ് നമ്മുടെ ഫുൾ ഒരു ഹോസ്പിറ്റലിന് വേണ്ടിയിട്ടുള്ള ഷോപ്പിംഗ് ആണ്. ഇനി എന്താ ഇത്രയല്ല, കുറേ അവിടെ ഇരിപ്പോട്ട് ഷോപ്പ് ചെയ്തില്ല. അപ്പോൾ ഇത്രയും ഇപ്പോൾ തൽക്കാലം എടുത്ത് വെച്ച് കഴിയുന്നേ ഉള്ളൂ. കുറച്ചുകൂടി മേളിൽ കിടക്കും എടുക്കാൻ. അതൊക്കെ നമുക്ക് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ചെയ്യാം. അപ്പോൾ താങ്ക് യു. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ഗദ്ദാഫിയുടെ ഒരു ഇന്റർവ്യൂ ഉണ്ട് എനിക്കും ഷെറിലിനും. അപ്പോൾ ഗദ്ദാഫിയൊക്കെ ഇപ്പം വരും. അതിന് മുമ്പായിട്ട് നമുക്ക് ഇതെല്ലാം പാക്ക് ചെയ്യാം, അല്ലെങ്കിൽ പിന്നെ
ഇത് മതി, 4 ദിവസത്തേക്കുള്ളതൊക്കെ ഉണ്ട്. ഇനി നിൻ്റെതും കൂടെ വെച്ചാൽ മതി. ആര് ബെല്ലടിച്ച? ഓ, ഗദ്ദാഫിയൊക്കെ വന്നു. ഹലോ. നീയും വരും. പ്ലീസ് കം. മിക്കി, ഇത് നിന്നെ കണ്ടിട്ടുണ്ട്. അപ്പം വരിക. എന്താ ഒരേ സമയം 2 ചാനലുകൾക്ക് ഒരുമിച്ച് ഷൂട്ട് ചെയ്യുക? സുഖല്ലേ? സുഖമാണ്, സുഖം. കുറെ നാളിനായ ശേഷം നമ്മൾ ലാസ്റ്റ് വർക്ക് നിങ്ങളുടെ മൈൽ സ്റ്റോണിന്റെ ലാസ്റ്റ് മന്ത് അതിനുശേഷം വെച്ചിട്ട് കയറ്റായിരുന്നു. പ്ലീസ് ആഫ്റ്റർ എ ലോങ് യുവർ ഫസ്റ്റ് ഷൂട്ട് ആയിരുന്നു അതല്ലേ? ചേട്ടന്റെ കൈ എന്തായാലും നല്ല പുണ്യമുള്ള കൈയായിരുന്നു. പിന്നെ ഈ പറയുന്ന പോലെ കുറെ ഇന്റർവ്യൂസ് ചെയ്യാൻ പറ്റി. ചേട്ടന്റെ ചാനലിൽ വന്നതിന് ശേഷം എനിക്ക് വർക്ക് കിട്ടുന്നുണ്ടോ ഞാൻ നോക്കും. അതും വരും, ദൈവം സഹായിച്ചു, അങ്ങനെ വരട്ടെ. അപ്പം ഗദ്ദാഫിന്റെ ഈ ഒരു ഇന്റർവ്യൂ ഇപ്പൊ നമ്മള് നടക്കാണ് മൈൽ സ്റ്റോണിന്. ഷാജി പാപ്പൻ പറയണം, നിങ്ങൾ ഈ കാണുന്ന ചാനൽ കാണുന്ന ആൾക്കാർ ഞങ്ങളുടെ ചാനലും കാണണം, ഞങ്ങളുടെ ഇന്റർവ്യൂസും കാണണം, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതെ, ഓഫ് കോഴ്സ്, അത് നല്ലൊരു ചാനലാണ്. ഞാൻ വർക്ക് ചെയ്യുന്നൊരു ചാനലാണ്. ഞാനും ആ ചാനലിൽ ഞാനും ഒരു മേക്കപ്പിന്റെ പാർട്ടാണ്. ഈ ചേട്ടന്റെ ചാനൽ ഇച്ചിരി പ്രൊമോട്ട് ചെയ്യണോ? ചേട്ടന്റെ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു സോ മച്ച് ഗദ്ദാഫി. അപ്പൊ ഇനി വേറെ കാര്യം കൂടെ, നമ്മുടെ ചാനലിന് വേണ്ടിയിട്ട് നന്ദിനിയുടെ എക്സ്ക്ലൂസീവ് ഷൂട്ട് ഉണ്ടായിരുന്നു. ഒക്കെ ചേട്ടനാണ് ചെയ്തത്. പിന്നെ വേറെ ഷൂട്ട് ഉണ്ടായിരുന്നു, അത് ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ വേറെ പറഞ്ഞോളാം. അപ്പം താങ്ക് യു. എൻ്റെ ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും സന്തോഷം. അപ്പം ഞങ്ങൾ ഇനിയിപ്പോൾ അടുത്ത മൈൽ സ്റ്റോണിനും ഷാജി പാപ്പനും വേണ്ടി ഗദ്ദാഫി ആൻഡ് ടീമിൻ്റെ ഇൻ്റർവ്യൂ നടക്കുകയാണ്. അപ്പം നമുക്ക് അത് തുടങ്ങാം അല്ലേ? പിന്നെ ചേട്ടൻ എൻ്റെയും നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന പോലെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ കാണിക്കുന്നു. അതെ, ഗദ്ദാഫി ഇൻസ്റ്റാഗ്രാം ഐ ഡി എല്ലാവർക്കും അറിയാവുന്ന. ഓൾറെഡി എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ടാഗ് ചെയ്തിട്ടുണ്ട്. ഒന്ന് പറഞ്ഞ ഇൻസ്റ്റാ ഐ ഡി ആർജെ ഗദ്ദാഫി. അതല്ല, ഞാൻ ചോദിച്ചോട്ടെ, ഈ ഗദ്ദാഫി എന്നുള്ള പേര് എങ്ങനെ വന്നു? അത് ഒരുപാട് കഥയാണ്, വലിയ കഥയായിട്ട് പറയേണ്ടി വരും. എന്നാലും ഷോർട്ട് ആയിട്ട് ഞാൻ പറയാം. എൻ്റെ അച്ഛൻ ഇച്ചിരി കമ്മ്യൂണിസ്റ്റ് ചായവുള്ള ആളായിരുന്നു. ചേട്ടൻ്റെ പേര് സദ്ദാം എന്നാണ്. ചേട്ടൻ്റെ പേര് സദ്ദാം. സദ്ദാം എന്ന് പേരിട്ടപ്പോൾ സദ്ദാമിന് ഈക്വലന്റ് ആയിട്ടുള്ള ഒരു പേര് വേണം എനിക്ക് ഗദ്ദാഫി എന്ന് പേരിട്ടു. നല്ല പേരല്ലേ? ഉറപ്പായിട്ടും ചേട്ടൻ അത്രയും നല്ല പേരല്ലായിരിക്കും, പക്ഷെ എന്നാലും മോശമല്ല. ഓ ദൈവമേ, ഞാനിപ്പോ എന്റെ കൊച്ചിന് സത്യത്തിൽ പേരിടുന്നതിന്റെ ഒരു ഇതിലിരിക്കുകയാണ്. ഞാനൊരു പേര് സജസ്റ്റ് ചെയ്യട്ടെ. ആൺകുട്ടിയാണെങ്കിൽ ചേട്ടാ ഇടാൻ പറ്റിയ പേരെന്താ അറിയോ? ഗദ്ദാഫി. തീരെ താല്പര്യമില്ല. ഗദ്ദാഫിയുടെ അച്ഛനാണ് സ്ട്രോങ്ങസ്റ്റ് പേഴ്സൺ. ഞാൻ അത്രയും സ്ട്രോങ് അല്ല. ഓക്കെ, താങ്ക് യു. അപ്പം നമുക്കപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഇന്റർവ്യൂയിലോട്ട് തുടങ്ങേണ്ടത്? ചേട്ടൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് കാണിച്ചു തരണം. ചേട്ടൻ പർച്ചേസ് ചെയ്ത കാര്യങ്ങളും, കുട്ടി ഉണ്ടാവാൻ പോകുന്ന വിശേഷം, ചേട്ടൻ്റെ ചെറിയ ചെറിയ ഹോമിന്റെ കുറച്ച് കാര്യങ്ങളും, ഗാർഡനും, നമ്മുടെ ഒരു പട്ടിക്കുട്ടിയും എല്ലാം നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ വിചാരിക്കുന്നത്. എല്ലാം വളരെ സിമ്പിളാണ്. നമുക്ക് ഒന്നും ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടൊന്നും നമുക്കില്ല. ആർട്ടിഫിഷ്യൽ എന്നല്ല, കുറേ കൂടി പറയാനായിട്ടാണെങ്കിൽ